ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എങ്ങനെ പ്രോഗ്രാം സെലക്ട് ചെയ്യണം. ഏറ്റവും ഇൻ്റലിജൻ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും, പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് പോകാനും എളുപ്പമായിരിക്കും. ഇന്ന് നമ്മൾ കുറേ അധികം കോമൺ ആയിട്ട് കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് എല്ലാവരുടെയും പാഷൻ അനുസരിച്ച് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം എടുത്ത് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയും. ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് പഠിക്കേണ്ടതെങ്കിൽ അതിന് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രാജ്യത്ത് പോയി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. MBA ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ബിസിനസ് പ്രോഗ്രാംസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഇവരൊക്കെ ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസ് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ അതിന് ശേഷം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി അപകടകരമായ ഒരു ചോയ്സാണ്. അതായത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടാൻ പാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്, എന്നാൽ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷേ എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആണ്, നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ MBA പഠിക്കുന്നവർക്ക് ജോലി കിട്ടും. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന MBA പ്രോഗ്രാമും പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസും ഒക്കെ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ജോബ് കണ്ടെത്താൻ പാടാണ്. അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം MBA മാനേജ്മെൻറ്റ് ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസിലേക്ക് എൻട്രി ലെവൽ ഒരു ഗ്രാജുവേറ്റിൻ്റെ ജോബ് കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിക്കാം അല്ലേ, നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ ഒരു കോളേജ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് ഹയർ ചെയ്യാൻ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമോ? അവരെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഇൻഡസ്ട്രിയെ പറ്റി വലിയ അറിവൊന്നും കാണത്തില്ല. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. അപ്പം നമുക്ക് ആസ് ഇമ്മിഗ്രൻസ് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്ക് നമുക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു ടെക്നിക്കൽ റോൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് അതിലൂടെ ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങൾക്ക് 1 കൊല്ലം 2 കൊല്ലം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിലേക്ക് കയറാം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് പഠിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം എന്തെങ്കിലും ഒരു കോർ ടെക്നിക്കൽ സ്കില്ലും കൂടി വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റിനോടൊപ്പം ബിസിനസ് അനലിറ്റിക്സ് ചെയ്തിട്ട് ബിസിനസ് അനലിസ്റ്റായിട്ട് ജോലി കണ്ടെത്താൻ നോക്കുക. അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോടൊപ്പം മാർക്കറ്റിങ്ങോ ഫിനാൻസോ സെയിൽസോ എന്തെങ്കിലും ഒരു കോർ സ്കില്ല് രൂപപ്പെടുത്തിയെടുത്തിട്ട് ആ സ്കില്ല് വെച്ചിട്ട് ജോബിന് കയറി ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് എയിം ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും. ഇനി ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ലൊരു ടെക്നിക്ക് പറയാം. ഇപ്പം നിങ്ങൾ പാഷൻ മാത്രമല്ല, പാഷനും അവിടുത്തെ ഓപ്പർച്യൂണിറ്റിയും കൂടെ മാച്ച് ചെയ്ത് പ്രോഗ്രാം എടുക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതെങ്ങനെ ചെയ്യാം, ഇതാണ് കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയയിലെ കറണ്ട് മൈഗ്രേഷൻ പ്ലാനിങ് ലെവൽസ് എന്തൊക്കെയാണ് എന്നാണ്. 185,000 സീറ്റ്സാണ് പെർമനൻറ്റ് റെസിഡൻസിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത്രയും പേരെ ഒരു വർഷത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലാനിങ് ലെവൽ. അപ്പോൾ ഈ പ്ലാനിങ്ങിൽ കറൻ്റ്ലി ഉള്ള പ്ലാനിങ് ആയിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ പ്ലാനിങ്, പക്ഷേ സർക്കാർ ഏത് ഡയറക്ഷനിൽ ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രീവിയസ് ഭരിച്ചിരുന്ന സർക്കാരാണ് ഈ പ്ലാനിങ് ലെവൽ ഉണ്ടാക്കി, അതേ സർക്കാർ റീഇലക്റ്റഡ് ആയിട്ട്. അപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാനിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നിയർ ഫ്യൂച്ചറിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലെ 33% സീറ്റിങ്ങും ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ആയിട്ടുള്ളത് എംപ്ലോയർ നോമിനേഷൻ വിസയിലാണ്. അതായത് ഓരോ ബിസിനസ് റൺ ചെയ്യുന്ന എംപ്ലോയേഴ്സ് അവർക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഏതൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കും സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ 5 പെർമനൻറ്റ് റെസിഡൻസിനോ സിറ്റിസൻസിനോ എങ്കിലും ജോലി കൊടുക്കണം, 1 മില്യന് മേളിൽ ടേൺ ഓവർ ഉണ്ടാണ്. അതിൻ്റെ സ്പെസിഫിക്സ് കറക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട നല്ല കമ്പനികൾക്കാണ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലിസ്റ്റും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു ജോലി കിട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പറ്റും. അപ്പോൾ ഇത് ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ CSOL ലിസ്റ്റ്, കോർ സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊരു അപ്ഡേറ്റഡ് ലിസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാണ് 33% നമുക്ക് സീറ്റ്സ് പറയുന്നത്. അപ്പോൾ പിന്നെ പറയാവുന്നത് 190 സ്റ്റേറ്റ് നോമിനേറ്റഡ് വിസ. അപ്പോൾ ഓസ്ട്രേലിയയിൽ 6 സ്റ്റേറ്റ്സും 2 ടെറിട്ടറീസും ഉണ്ട്. ഈ ഓരോ സ്റ്റേറ്റിനും ഓരോ ജോബ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്.
അതിനും ആ ലിസ്റ്റിൽ നിങ്ങളുടെ ജോബ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 491 റീജിയണൽ ഏരിയ, ഇപ്പോൾ ഈ 190 സ്റ്റേറ്റ് നോമിനേറ്റഡിന് 25% സീറ്റ് അലോക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ഏരിയ 491 സീറ്റ് വിസയ്ക്ക് ഒരു 25% കൂടെ അലോക്കേറ്റ് ഉണ്ട്. ഇപ്പോൾ എത്രയായി? 50 + 33 ഓൾമോസ്റ്റ് 83% ഈ 3 വിസ കാറ്റഗറികളിലൂടെയാണ് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്ന MLT SSL ലിസ്റ്റിലും റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലാക്കുക? ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതറിയണമെങ്കിൽ നമ്മുടെ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ തന്നെ നമ്മൾ ഓരോ ഒക്യുപ്പേഷനും ഏതൊക്കെ ലിസ്റ്റിൽ വരുന്നുണ്ട്, ഏതൊക്കെ വിസയ്ക്ക് ഇത് ഇപ്പം എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലും ഇതിൻ്റെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഞാൻ ആ ഡേറ്റാബേസിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കാണാം, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആൻസ്കോ കോഡ് 233512 ആണ്. അപ്പോൾ നിങ്ങൾ ആ ആൻസ്കോ കോഡ് മനസ്സിലാക്കി. അതിൻ്റെ അസസിങ് അതോറിറ്റി എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയാണ്. പെർമനൻറ്റ് റെസിഡൻസി കാറ്റഗറിയിൽ 189 വിസയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഓൾ ഓവർ ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും താമസിക്കുകയും വർക്ക് ചെയ്യാൻ പറ്റുന്ന വിസയാണ്. ഇതിനകത്ത് ടിക്കാണ്, വിച്ച് മീൻസ് അതിനകത്ത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്ഷനുണ്ട്. 190 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നോമിനേറ്റഡ്, അതിനകത്തും ടിക്കുണ്ട്. 491 ടിക്കുണ്ട്, സ്റ്റേറ്റും ഫാമിലി. അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കേണ്ട, ഈ 190 ടിക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ 25% സീറ്റ്സ് ഉള്ളതിനകത്ത് നിങ്ങൾ അവൈലബിൾ ആണ്, ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നാണ്. 491 അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 25% കൂടെ നിങ്ങൾ സ്കോർ ചെയ്തു. 25 നിങ്ങളുടെ പോയിന്റ് ഇപ്പോൾ 50 ആയെന്ന് വേണേൽ പറയാം. ഇനി എംപ്ലോയർ നോമിനേഷനകത്ത് 186 ആണ് പെർമനൻറ്റ് റെസിഡൻസിയുടെ ഒരു വിസ കാറ്റഗറി, അതിനകത്തും ടിക്കുണ്ട്. അപ്പോൾ ഈ 3 ഭാഗത്തും ടിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സാധ്യതയുള്ള ഒരു സ്കില്ലാണ് നിങ്ങൾ എടുത്തേക്കുന്നത്. ഇതിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 189 ടിക്കുണ്ടെങ്കിൽ അതൊരു സൂപ്പർ സിമ്പിളാണ്, അതിന് നല്ല ചാൻസ് ഉള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എവിടെ സ്ഥിതി ചെയ്യുന്നു, ആ ക്യാമ്പസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ലൊക്കേഷൻ വൈസ് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടാനുണ്ട്. സ്റ്റേ ബാക്കിൽ വ്യത്യാസമുണ്ട്, PR വ്യത്യാസമുണ്ട്. റീജിയണൽ ഏരിയാസിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷത്തെ എക്സ്ട്രാ സ്റ്റേ ബാക്ക് കിട്ടും. കാറ്റഗറി 1 പഠിക്കുന്നവർക്ക് കാറ്റഗറി 2 പഠിക്കുമ്പോൾ 2 പഠിക്കുന്നവർക്ക് 1നേക്കാളും 1 ഇയർ എക്സ്ട്രാ കിട്ടും. കാറ്റഗറി 3 പഠിക്കുന്നവർക്ക് കാറ്റഗറി 1നേക്കാളും 2 ഇയേഴ്സ് എക്സ്ട്രാ സ്റ്റേ ബാക്ക് കിട്ടും. മാത്രമല്ല കാറ്റഗറി 2ലും 3ലും പഠിക്കുന്നവർക്ക് PR-ലേക്ക് 5 പോയിൻ്റ് എക്സ്ട്രാ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ PR ജേർണി കൂടി മനസ്സിൽ ധ്യാനിച്ച് വേണം നിങ്ങളൊരു പ്രോഗ്രാം ലോക്ക് ചെയ്യാൻ. കോമ്പറ്റീഷൻ ഫീൽഡ് കൂടുതലുള്ള നമ്മുടെ എഞ്ചിനീയറിങ്ങും IT-യും ഒക്കെ ചൂസ് ചെയ്യുന്നവരോട് റീജിയണൽ ഏരിയാസ് തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾ ആ എക്സ്ട്രാ 5 പോയിൻറ്റ്സും കൂടി ഗെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കഴിവിൽ ഭയങ്കരമായ വിശ്വാസമുള്ളവർ കാറ്റഗറി 1 പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അല്ലാത്ത പക്ഷം കാറ്റഗറി 2ലോ 3ലോ ആണ് നല്ലത്. അവിടെ പഠിച്ച് അതിന് ശേഷം നിങ്ങൾക്ക് സിഡ്നിയിലോ മെൽബണിലോ ബ്രിസ്ബെയിനിലോ, ഇതാണ് കാറ്റഗറി 1 ലൊക്കേഷൻസ് കേട്ടോ, അവിടെ ജോബിന് അപ്ലൈ ചെയ്യാനും പറ്റും. അവിടെ നിങ്ങൾ പഠിച്ചെടുത്ത് തന്നെ നിന്ന് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്റ്റേ ബാക്ക് പക്ഷേ എക്സ്ട്രാ കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിച്ച ആ സ്ഥലത്ത് തന്നെ, ആ റീജിയണൽ ഏരിയയിൽ തന്നെ നിങ്ങൾ സ്റ്റേ ബാക്ക് പീരീഡിൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റേ ബാക്ക് പീരീഡ് അൺലോക്കായിട്ട് വരുന്നത് എന്നേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന അക്രഡിറ്റഡ് പ്രോഗ്രാം ആണോ എടുക്കേണ്ടത്, അക്രഡിറ്റഡ് എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നമുക്ക് ഏറ്റവും സാധ്യതയുള്ള 5 മേഖലകൾ തന്നെ എടുത്തു വെച്ച് നമുക്ക് സംസാരിക്കാം. ഹെൽത്ത് സെക്ടറിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസിന് അക്രഡിറ്റഡ് ആയിട്ടുള്ള, അതായത് അവരുടെ ഗവേണിംഗ് ബോഡി അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഡിറക്റ്റ് രജിസ്ട്രേഷൻ ലഭിക്കും. ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നേരെ സ്കിൽ അസസ്മെൻറ്റിന് വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നേരെ നമുക്ക് PR-ൻ്റെ പാത്ത് വേ ഓപ്പൺ ആയിട്ട് കിട്ടും. നമുക്ക് PR-ന് വേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാത്തവർ ചിലപ്പോൾ എക്സ്ട്രാ അവേഴ്സിൻ്റെ വർക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ്. അപ്പോൾ സാധാരണ ഈ ഹെൽത്ത് സെക്ടറിൽ എക്സ്ട്രാ അവർ പ്ലേസ്മെൻ്റ് ആണ് കൂടുതലായിട്ടും പറയുന്നത്. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അഡീഷണലി ചെയ്യാനും പറയാറുണ്ട്. അത് ഓരോ കോഴ്സ് പഠിക്കുന്നതനുസരിച്ചിരിക്കും. കാരണം ചില കോഴ്സുകൾക്ക് ലിബറൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ലാസ്റ്റ് ഇംഗ്ലീഷ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം, അക്രഡിറ്റഡും അക്രഡിറ്റഡ് അല്ലാത്തതും. അപ്പോൾ നമ്മുടെ സ്കിൽ അസസ്മെൻറ്റ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കിട്ടാൻ നല്ലത്. ഹെൽത്ത് സെക്ടറിലൊക്കെ അക്രഡിറ്റഡ് പ്രോഗ്രാം തന്നെ എടുക്കുന്നതാണ് കേട്ടോ. ഇനി അക്രഡിറ്റഡ് അല്ലാത്തത്, ഇപ്പോൾ MSc നേഴ്സിംഗ് ഒക്കെ അക്രഡിറ്റഡ് അല്ലാത്തത് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെയുള്ള അഡ്മിഷൻസാണ് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ചിലപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ചെയ്യുന്ന അതേ സ്റ്റെപ്സ് എല്ലാം ചെയ്യേണ്ടി വരും.
അതായത് എൻക്ലെക്സ് ആറിന് എഴുതണം, ഓസ്കി എഴുതണം, ഈ PT എഴുതണം, ഇങ്ങനത്തെ സ്റ്റെപ്സ് വരും. പക്ഷേ ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം അക്രഡിറ്റഡ് ആണെങ്കിൽ നേരെ രജിസ്ട്രേഷൻ കിട്ടും. ചില പ്രോഗ്രാമിനല്ലാത്തത് കിട്ടും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്പർ ഓഫ് അവേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ശരിക്കും ഇച്ചിരി കൂടെ കൂടി വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവേ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് IT നോക്കാം. അക്രഡിറ്റഡും നോൺ അക്രഡിറ്റഡും എടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യാതൊരു പ്രശ്നവുമില്ല. അക്രഡിറ്റഡ് അല്ലാത്ത എടുത്താലും നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്സും കാര്യങ്ങളും എല്ലാം കൂടെ അയച്ചു കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ സ്കിൽ അസസ്മെൻറ്റ് കിട്ടും. അപ്പോൾ IT അക്രഡിറ്റഡും നോൺ അക്രഡിറ്റഡ് എടുക്കുന്നതിൽ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇനി എഞ്ചിനീയറിങ്ങിൽ നമുക്കൊന്ന് നോക്കാം. ഡീക്കിൻ യൂണിവേഴ്സിറ്റിയുടെയും വോലങ്ങോങ് യൂണിവേഴ്സിറ്റിയും രണ്ടും ഏകദേശം ഒരുപോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ആണ് വോലങ്ങോങ്ങിൽ കൂടുതലും. ഡീക്കിനിലെ പലതും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ അക്രഡിറ്റഡ് അല്ല. അപ്പം ഇത് തമ്മിൽ ഫീസിലും വലിയ വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി ഓഫ് വോലങ്ങോങ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ എല്ലാം അക്രഡിറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് വരുമ്പോൾ ഫീസ് കുറവ് മതി. CDR റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സ്റ്റെപ്പില്ല. എഞ്ചിനീയറിങ്ങിനകത്ത് അക്രഡിറ്റഡ് അല്ലാത്ത എടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് BTech എടുക്കുന്നവർക്കും എല്ലാവർക്കും സ്കിൽ അസസ്മെൻറ്റിൽ ഒരേ സ്റ്റെപ്പാണ്. നമുക്ക് എക്സ്ട്രാ അക്രഡിറ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ CDR ഈ റിപ്പോർട്ട് എഴുതണം. 3 പ്രോജക്ട്സ് നമ്മൾ ചെയ്ത അക്കാഡമിക്കോ അല്ലെ വർക്ക് എക്സ്പീരിയൻസിലുള്ള പ്രോജക്ട്സിനെ പറ്റി നമ്മൾ എഴുതുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ എഞ്ചിനീയറായിട്ട് പരിഗണിക്കും സ്കിൽ അസസ്മെൻറ്റിൽ. അപ്പോൾ ഞാനൊക്കെ CDR റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ആളാണ് കേട്ടോ. അങ്ങനെ സംശയങ്ങളുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് CDR റിപ്പോർട്ട് എഴുതാനായിട്ട് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അത് ഏകദേശം $800 അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റിംഗ് സർവീസ് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലും സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നവർ സ്വന്തമായിട്ട് എഴുതുക, ഇല്ലാത്തവർക്ക് അതിന് അസിസ്റ്റൻസ് തരുന്നുണ്ട് ആൾക്കാർ കേട്ടോ. അപ്പോൾ ഈ CDR റിപ്പോർട്ട് ഇപ്പം ആ ഒരു വ്യത്യാസവും പിന്നെ പ്രോസസ്സിങ് ഫീൽ ഒരു $300 ഒരു വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും അക്രഡിറ്റഡ് പ്രോഗ്രാം തന്നെ വേണമെന്ന് പറഞ്ഞ് എടുത്താൽ പൊങ്ങാത്ത ഫീസുള്ള പഠിക്കാൻ പാടുള്ള ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് ഒന്നും പോയി സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നോൺ അക്രഡിറ്റഡ് പ്രോഗ്രാം എടുത്തിട്ട് കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ സ്കിൽ അസസ്മെൻറ്റിന് വേണ്ട CDR റിപ്പോർട്ട് സൈഡിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ചിലവ് വരുന്നില്ല, പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളുടെ കുക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നുള്ളതാണ് ഈ അക്രഡിറ്റഡ് നോൺ അക്രഡിറ്റഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ പറ്റി ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ IT പറഞ്ഞു, എഞ്ചിനീയറിംഗ് പറഞ്ഞു, ഹെൽത്ത് സെക്ടർ പറഞ്ഞു, സോഷ്യൽ വർക്കിനും ക്വാളിഫൈഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും പ്രോഗ്രാമിൻ്റെ ബ്രാക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും മൈഗ്രേഷനെ പറ്റി അറിവുള്ള എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോല വേൾഡ് പോലെയുള്ള ഏജൻസികളിൽ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിവുള്ളവരായിരിക്കും അവർ. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആർക്കെങ്കിലും നമ്മുടെ ഡീറ്റെയിൽഡ് കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ടീം നിങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. നമ്മുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളെ ഈ പ്രോസസ്സിലൂടെയൊക്കെ ഗൈഡ് ചെയ്ത് ഏറ്റവും നല്ല പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.